അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് ഉമ്മ മോനോട് പറഞ്ഞു, നാഫി മോനെ, പിന്നെ നൂർമോളെ ഡോക്ടറെ കാണിക്കണം കേട്ടോ, എങ്കിലാണ് നമുക്ക് എല്ലാം കറക്റ്റായിട്ട് അറിയാനൊക്കെ കഴിയുള്ളൂ. മോനെ, അത് നീ പ്രത്യേകം ഒന്ന് അവളോട് പറയണം. അവൾ അതിനു വേണ്ടി കൂട്ടിരിക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ട്. അവൾക്ക് എല്ലാം അറിയാമായിരിക്കും, ശരിയാണ്, നഴ്സൊക്കെ അല്ലേ, അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരിക്കും. എന്നാലിപ്പോൾ അങ്ങനെയല്ലല്ലോ ഇപ്പോഴത്തെ കാലത്തൊക്കെ. ഉണ്ടായിക്കഴിഞ്ഞ് ഒന്നിങ്ങോട്ട് ഡേറ്റ് തെറ്റുമ്പോഴേക്കും ഡോക്ടറെ കാണും, ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, അങ്ങനെ ഇങ്ങനെ, പിന്നെ സ്കാനിങ് കാര്യങ്ങൾ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് സമാധാനമില്ല മോനെ. എൻ്റെ ഉമ്മ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തൊക്കെ തന്നെയായാലും അള്ളാഹു അല്ലേ നമുക്ക് നമ്മളെ കുഞ്ഞിന് തരുന്നത്. അത് എല്ലാ കാര്യങ്ങളും അള്ളാഹു തന്നെ അങ്ങ് തീരുമാനിച്ചോളും. അവൾക്ക് എന്തെങ്കിലും പ്രയാസം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ചിട്ട് വേണമെങ്കിൽ മെഡിസിനൊക്കെ കഴിക്കാം. അല്ലാതെ കുഞ്ഞിന് വേണ്ടി മോനെ അതല്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ പേടിയല്ലേ ഉമ്മ. എങ്ങനത്തെ കുഞ്ഞാണെങ്കിലും നമുക്ക് അള്ളാഹു നൽകുന്നതല്ലേ, ഇരു കൈകളും നീട്ടി നമുക്കത് സ്വീകരിക്കാം. മോനെ, ശരിയാണ്, പറഞ്ഞതൊക്കെ ഓക്കെ തന്നെയാണ്. പക്ഷെ അതല്ലേ ഇപ്പോഴത്തെ കാലമാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ തന്നെ അല്ലേ ഉമ്മ. ഇൻഷാ അല്ലാ ഞാനൊന്നുകൂടി പറഞ്ഞു നോക്കാം. ഉസ്താദ് നൂർ ഫാത്തിമ കിടക്കുന്ന റൂമിലേക്ക് പോയി. നൂർമോളെ, എന്താ മയങ്ങിപ്പോയോ? നാഫിക്ക, എന്താ വിളിച്ചത്? അത് പിന്നെ ഉമ്മ പറയുന്നുണ്ട് ഹോസ്പിറ്റലിലൊന്ന് പോയി നോക്കാൻ വേണ്ടിയിട്ട്. നിനക്കെന്താ അതിനോട് വലിയൊരു താല്പര്യം തോന്നാത്തത്? നൂർ ഫാത്തിമ അവിടെ എഴുന്നേറ്റിരുന്നു. നാഫിക്ക, അവിടെ നിൽക്കി, ഞാൻ പറഞ്ഞു തരാം. എന്താ പറയും? നിനക്ക് ക്ഷീണമല്ലേ? ഇടയ്ക്ക് ക്ഷീണം വരും, അതൊക്കെ പിന്നെ ഇതിൽ പെട്ടതല്ലേ. പിന്നെ എനിക്ക് ഒരു മെഡിസിൻ്റെയും ആവശ്യം എനിക്കിപ്പോൾ വരുന്നില്ല. പിന്നെ നാഫിക്കാക്ക് അത്ര ടെൻഷനാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടെസ്റ്ററുണ്ടല്ലോ, അതൊന്ന് വാങ്ങിച്ച് കൊണ്ടുവന്നാൽ തന്നെ മതി. അല്ലാതെ ഡോക്ടറെ അടുത്ത് പോയിട്ട് അങ്ങനെ അത് ഉറപ്പ് വരുത്തുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ബുദ്ധിമുട്ടുമ്പോൾ ഉണ്ടാകുമ്പോഴല്ലേ. അതൊന്നും ഇപ്പം നമുക്കില്ലല്ലോ. ഇത് പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. നൂർമോളെ, ഉമ്മക്കൊരു സമാധാനമില്ലടി. ഉമ്മ അങ്ങനെ പറയാൻ ഡോക്ടറെ അടുത്ത് പോവുക, അങ്ങനെയാണ് ഒക്കെ. ഉസ്താദെ, നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കില്ലേ. എനിക്ക് ഇപ്പോൾ ഒന്നുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ക്ഷീണം അത് പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതൊരു 3-4 മാസമാകുമ്പോൾ അതും കഴിയും. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരുപാട് മെഡിസിൻ കഴിക്കുക, അവർ സ്കാൻ ചെയ്യാൻ പറയും, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും. അതിന് വേണ്ടിയൊക്കെ നമ്മളിങ്ങനെ നിന്ന് കൊടുക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴൊന്നും ചെയ്യേണ്ട. കാരണം ഇപ്പോൾ ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണിത്. എന്തായാലും കുറച്ചൊക്കെ ഒന്ന് കഴിയട്ടെ. പിന്നെ ഞാൻ ഉസ്താദിനോട് കുറച്ച് മുമ്പ് പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്താ നൂർമോളെ? മറന്നുല്ലേ? ഞാൻ സൗദി അറേബ്യയിൽ വെച്ച്, അതെ മദീനയിൽ വെച്ച് അറബിയമ്മയുടെ വീട്ടിൽ വെച്ചാണ് ഞാനത് പറഞ്ഞത്. ഓർക്കുന്നുണ്ടോ? അങ്ങനെ നൂർ ഫാത്തിമ, നീ പലതും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാണ് കറക്റ്റ് എന്ന് അതൊക്കെ ഞാൻ പറയാം. എന്തായാലും കുറച്ച് കഴിയട്ടെ. പിന്നെ ഉസ്താദെ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എനിക്ക് മമ്മയെയും പപ്പയെയും കാണാൻ തോന്നുന്നു ഉസ്താദെ. സത്യമായിട്ടും ഈ ഒരു വാർത്ത അവരൊക്കെ അറിയുമ്പോൾ എന്തായിരിക്കും എനിക്കറിയണില്ല. സത്യം പറഞ്ഞാൽ മമ്മയോട് എനിക്ക് കൂടുതൽ സ്നേഹം തോന്നുകയാണ് ഇപ്പോൾ. മമ്മയുടെ ആ ഒരു തലോടൽ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ എനിക്ക് തോന്നുകയാണ്. ഉസ്താദെ, നമുക്കൊന്ന് പോയാലോ? നൂർ ഫാത്തിമ, ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ പോകാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാണണം, അവരെയെല്ലാം കാണണം, സൗഹൃദം പുതുക്കണം, ശരിയൊക്കെ തന്നെയാണ്. പക്ഷേ ഒന്ന് സൗഹാർദ്ദത്തിലായിട്ട് പോരെ നൂർമോളെ? നിൻ്റെ ഇഷ്ടം പോലെ കേട്ടോ. പിന്നെ ഉമ്മയോട് ഒന്ന് ചോദിക്കാം. നമ്മൾ രണ്ടുപേരും മാത്രം ഒരു പക്ഷേ പോയി കഴിഞ്ഞാൽ അതിനേക്കാളും നല്ലത് ഉമ്മയും വന്നോട്ടെ, ഉപ്പയും. നാഫി ഉസ്താദേ, ആയിക്കോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല, ഉമ്മയും ഉപ്പയൊക്കെ വന്നോട്ടെ. എന്നാൽ നമുക്ക് നാളെ തന്നെ പോയാലോ? ഉമ്മയോട് സമ്മതം ചോദിക്കട്ടെ കേട്ടോ. അല്ലാതെ അവരുടെ അനുവാദം ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ പുറപ്പെട്ടാലേ നമ്മളൊക്കെ പെട്ടുപോകും. ഉമ്മ
നാഫി ഉസ്താദ് അതാ വിളിക്കുന്നു. എന്താ മോനെ, എന്ത് പറ്റി? എന്തായി ഞാൻ പറഞ്ഞ കാര്യം? പിന്നെ റീപ്ലൈ ഒന്നും തന്നില്ലല്ലോ നീ? ഉമ്മ, അത് അവൾ പറയുന്നത് ഇപ്പോഴൊന്നൊരു കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പോയി നോക്കാം എന്നൊക്കെയാണ് പറയുന്നത്. ഒരു 3-4 മാസമൊക്കെ ആവട്ടെ. മോനെ, എന്താ ഈ പറയണത്? അതുവരെ അങ്ങനെ കാത്തു വെക്കാൻ പറ്റുമോ? എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയണ്ടേ? ഉമ്മ, അവളങ്ങനെ പറഞ്ഞു. പിന്നെ ഇപ്പോൾ കൂടുതലായിട്ട് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല മോനെ. ഇപ്പോഴത്തെ കാലമാണ്, എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞാലേ ആൾക്കാർ പലതും പറയും. അതാണ് ഉമ്മ, ആളുകളല്ലേ പറയുള്ളൂ. എന്തായാലും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടിയാൽ മതി. ആ ഉമ്മ, പിന്നെ അവൾ പറയുന്നുണ്ട് നാളെ അവളെ വീട്ടിലേക്കൊന്ന് പോയാലോ, മമ്മയും പപ്പയും കാണാൻ കൊതിയാവുന്നുണ്ട് എന്നൊക്കെ. മോനെ, നീ എന്തീ പറയണത്? ഈ ഒരു അവസ്ഥയിൽ അത് എനിക്ക് പേടിയാണ് മോനെ. എനിക്ക് സമാധാനം ഉണ്ടാവില്ല മോനെ. എൻ്റെ മോനെ അവളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം മോളെ, പിന്നെ പോവാന്ന്. ഉമ്മ, അതിന് ഞങ്ങൾ തനിച്ചല്ലല്ലോ പോകുന്നത്, ഉമ്മയുണ്ടല്ലോ, ഉമ്മയും ഉപ്പയും കൂടെ ഉണ്ട്. ആണോ? പഠിച്ചോനെ, മരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കല്ലേ? ഉമ്മ, നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ. അതല്ലേ മോനെ, എന്തൊക്കെ തന്നെയായാലും നിങ്ങൾക്ക് സേഫ്റ്റി ആയിട്ട് ഇതാ ഞാനുണ്ടല്ലോ. പിന്നെന്തിനാ മക്കൾ ഭയക്കുന്നത്? ഒരു പേടിയും പേടിക്കണ്ട. ഉമ്മ, എനിക്ക് ഭയമൊന്നുമില്ല, പക്ഷേ അവരുടെ ഫാമിലിയിൽപ്പെട്ട കുറച്ച് ആളുകളുണ്ട്, അവരെങ്ങാനും, അതുകൊണ്ടാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ ഉപ്പയോട് ഒന്ന് പറയട്ടെ. മോളുടെ ആഗ്രഹമല്ലേ, അറബിയും എല്ലാ ആഗ്രഹവും എല്ലാം നല്ല രീതിയിൽ അവൾക്ക് അനുസരിച്ച് നിന്നിരുന്നതാണ്. ഇപ്പോൾ അവളൊരു കാര്യം പറഞ്ഞപ്പോൾ അത് സാധിപ്പിച്ച് കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു മോശമല്ലേ? ഒന്നുമില്ലെങ്കിൽ ഈ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഗർഭിണികളെ അവസ്ഥ എല്ലാവർക്കും അറിയാം. പല ആഗ്രഹങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാവും. അതൊക്കെ ഒന്ന് പൂവണിയിക്കണം എന്നും ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളിനി അതിന് എതിര് പ്രവർത്തിക്കണ്ട. കാരണം പറയാൻ പറ്റില്ലല്ലോ എങ്ങനെയൊക്കെ ഏതൊക്കെ മനുഷ്യന്മാർ കാര്യമില്ലേ. എന്നാൽ നമുക്ക് നാളെ രാവിലെ തന്നെ പുറപ്പെടാം അല്ലേ? ആ ഒരു സന്തോഷ വാർത്ത അതാ നൂർ ഫാത്തിമയോട് ഉമ്മ പറയുന്നു. നൂർമോളെ, നാളെ മോൾക്ക് വീട്ടിൽ പോവാട്ടോ. അപ്പോൾ ഉമ്മ നിങ്ങളില്ലേ? ഉമ്മയും വരാം കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു, നമുക്ക് നേരത്തെ തന്നെ പുറപ്പെടണം, എന്നാൽ തിരിച്ചിങ്ങോട്ടും വരാൻ വൈകാതെ പറ്റുകയുള്ളൂ. പിന്നെ ഈ ഒരു സമയമൊക്കെയല്ലേ, എങ്ങനെയൊക്കെ എന്തൊക്കെയൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും പഠിച്ചോൻ കാക്കട്ടെ. പഠിച്ചോനെ കുറച്ച് ലോങ് ആയിട്ടാണ് യാത്ര ചെയ്യണത്. ഈ കുട്ടിക്കാണെങ്കിൽ ഇങ്ങനെ തുടങ്ങുകയും ചെയ്യുക, അപ്പോൾ അതൊരു പ്രയാസമെന്ന് തോന്നി. പക്ഷേ എന്തായാലും നൂർമോൾ ആഗ്രഹമല്ലേ, അത് സാധിപ്പിച്ചു കൊടുക്കാമെന്ന് ഉമ്മയും വിചാരിച്ചു. നൂർ ഫാത്തിമയ്ക്ക് വളരെയധികം സന്തോഷമായി. അവൾ ഉസ്താദിൻ്റെ ചെവിയിൽ ഓരോന്ന് മന്ത്രിച്ചു. ഉസ്താദേ, അത് ഞാൻ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ഉമ്മയൊക്കെ സാധിപ്പിച്ച് തരില്ലേ? എൻ്റെ ഒരു ഭാഗ്യം. നൂർ ഫാത്തിമ, അത് ഉമ്മക്ക് വലിയ ഇഷ്ടമുണ്ടായിട്ടും താല്പര്യമുണ്ടായിട്ടൊന്നും അല്ല. പിന്നെ നീ പറഞ്ഞതല്ലേ ആ ഒരു ആഗ്രഹം. ഏതൊരു മക്കൾക്കും ഏതൊരു മാതാപിതാക്കൾക്കും തമ്മിലുള്ളൊരു ആ ഒരു ബന്ധം, അത് ഒരിക്കലും എന്തൊക്കെ തന്നെ ആയാലും അത് മുറിച്ചൊഴിവാക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ പാവല്ലേ നൂർ ഫാത്തിമ, അവൾക്കും ഒരു സന്തോഷം കിട്ടട്ടെ ജീവിതത്തിൽ. പിറ്റേന്ന് രാവിലെ അതാ എല്ലാവരും കുളിച്ചൊരുങ്ങി. ഉസ്താദ് നൂർ ഫാത്തിമയോട് പറഞ്ഞു, നൂർ ഫാത്തിമ മോളെ, നിനക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ? ഇക്ക, അങ്ങനെയൊന്നുമില്ല. പിന്നെ അഥവാ വണ്ടിയിൽ നിന്നൊക്കെ ക്ഷീണം വരികയാണെങ്കിൽ ഇക്കാൻ്റെ മടിയിൽ തലവെച്ച് ഞാൻ കിടന്നോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവരതാ നൂർ ഫാത്തിമയുടെ വീട്ടിലേക്ക് യാത്ര തുടരുന്നു. ഉമ്മ ഒരുപാട് ദുആ ചെയ്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും എന്നുള്ള ആ ആയത്തുകളും ആയത്തുൽ കുർസിയും എല്ലാം മോദി ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് അവർ ഇറങ്ങുകയാണ്. വാഹനത്തിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നൂർ ഫാത്തിമക്ക് അതാ ക്ഷീണം അനുഭവപ്പെടുന്നു. അവൾ ഉസ്താദിൻ്റെ ശരീരത്തിലേക്ക് മെല്ലെ ചായഞ്ഞു. ഉമ്മയും ഉപ്പയുമാണ് വാഹനത്തിൽ മുന്നിലിരിക്കുന്നത്. ഇപ്പോൾ ഉപ്പയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അത് മറ്റൊന്നുകൊണ്ടുമല്ല, നൂർ ഫാത്തിമയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്ഷീണം അസ്വസ്ഥത വരുമ്പോൾ ഒന്ന് താങ്ങായി ഒന്ന് തണലായി നിൽക്കുവാൻ വേണ്ടിയിട്ട് ഉസ്താദ് ബാക്ക് സീറ്റിലാണ് ഇരുന്നത് നൂർ ഫാത്തിമയുടെ കൂടെ. ഉസ്താദ് നൂർ ഫാത്തിമയുടെ കൈകളെടുത്ത് മെല്ലെ തലോടിക്കൊണ്ടിരുന്നു. നൂർ ഫാത്തിമ മോളെ, ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കോട്ടോ. പിന്നെ കുറച്ച് ലോങ് പോകാനുള്ളതല്ലേ, അതുകൊണ്ട് പിന്നെ വഴിയൊക്കെ നിനക്കറിയാമല്ലേ, ടൗൺ വരെ ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള ഒരു കുറുക്കുവഴി അതൊന്നും അറിയില്ല കേട്ടോ.
എന്തായാലും മോള് ആ സമയമാകുമ്പോൾ ഞാൻ നൂറുമോളെ വിളിക്കാം. നല്ല സുഖമായി ഉറങ്ങിക്കോ. നാഫിക്ക, എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല. എനിക്ക് എന്തൊക്കെയോ ഒരു ക്ഷീണം, എന്തൊക്കെയോ ഒരു പൊറുതിയുടെയൊക്കെ ആയിട്ടാണ് ഞാനിങ്ങനെ. മോളെ അതൊന്നും സാരമില്ല. മോൾക്കൊന്ന് സന്തോഷത്തിന് ദിവസമല്ലേ. നൂറുമോളുടെ ഏറ്റവും മനസ്സിൽ ആഗ്രഹിച്ച മുഖങ്ങളല്ലേ കാണാൻ പോകുന്നത്. ആ പപ്പയും അമ്മയും അത് സന്തോഷകരമായ നിമിഷങ്ങളല്ലേ നമുക്ക് സമ്മാനിക്കുക. ഉമ്മ കാറിൻ്റെ മുൻസീറ്റിൽ നിന്ന് വിളിച്ചു പറയുന്നു, നൂറുമോളെ, മോളെ ഒന്ന് ഡോക്ടറെ കാണിക്കണം കേട്ടോ. ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കാൻ പറ്റൂല. ഇപ്പോഴത്തെ കാലം ഏതൊക്കെയൊന്നും പറയാൻ പറ്റൂല. ഉമ്മ, അത് നമുക്ക് പഠിച്ചോനല്ലേ കുഞ്ഞിനെ തരുന്നത്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ സംരക്ഷണം മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കുമല്ലോ. എൻ്റെ മോളുടെ മനസ്സിലെ ആഗ്രഹം ഇപ്പം എന്താണ്? ഉമ്മ, ഒന്നുമില്ല. ആരെയും ബുദ്ധിമുട്ടാക്കാതെ പ്രയാസത്തിലാക്കാതെ അങ്ങനെ ജീവിച്ചു പോകണം. അതാണ് എൻ്റെ ആഗ്രഹം. ഉപ്പ പറഞ്ഞു, മക്കളെ ഭക്ഷണം എന്തെങ്കിലും കഴിക്കണ്ടേ? വീട്ടിൽ നിന്ന് ശരിക്ക് ചായ പോലും കഴിക്കാതല്ലേ പോകുന്നത്. ഒരു ഹോട്ടലിനടുത്ത് ഉപ്പത വണ്ടി സൈഡാക്കുന്നു. നൂർ ഫാത്തിമ പറഞ്ഞു, നാഫിക്ക, എനിക്കൊന്നും വേണ്ട കേട്ടോ. എൻ്റെ വയറ് നിറഞ്ഞു നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുകയാണ്. അതെന്താ? അത് പറ്റില്ല. കുറച്ചെന്തെങ്കിലും ഭക്ഷണം കഴിക്കണം, അല്ല ഞാൻ പറ്റൂല. അവരിതാ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കുന്നു. എല്ലാം കഴിഞ്ഞ് തിരിച്ച് വാഹനത്തിലെത്തി. അപ്പോൾ തന്നെ നൂർ ഫാത്തിമയ്ക്ക് എന്തൊക്കെയോ ഒരു പ്രയാസം, ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അവൾ നാഫിക്കയോട് പറഞ്ഞു, നാഫിക്ക, കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി. ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ യാത്ര പോകുമ്പോൾ ഒരു പക്ഷേ എനിക്ക് എന്തൊരു ബുദ്ധിമുട്ട്, പ്രയാസം അനുഭവപ്പെടുന്ന പോലെ തോന്നുകയാണ്. നൂർ ഫാത്തിമ, നിനക്കൊരു നാരങ്ങ സോഡി വാങ്ങി തന്നാലോ? എന്നാൽ കുറേയൊക്കെ ദഹിക്കും. ഉസ്താദേ, അതിന് കൂടുതലായിട്ട് ഞാൻ തന്നിട്ടില്ല. അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ വേണ്ട, അത് റെഡി ആയിക്കോളും. പച്ചവെള്ളം ധാരാളമായിട്ട് കുടിച്ചോട്ടോ. അവർ വീണ്ടും കാറിൽ യാത്ര തുടർന്നു. തൻ്റെ വീട്ടിലേക്ക് ഇനിയും 1.5 മണിക്കൂറുണ്ട്. എത്രയും പെട്ടെന്ന് ആ മണിക്കൂറുകളൊന്ന് പോയെങ്കിലെന്ന് അതാ നൂർ ഫാത്തിമ ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നും കൊണ്ടുമല്ല, തൻ്റെ പ്രിയപ്പെട്ട മമ്മയുടെയും പപ്പയുടെയും ആ മുഖമൊന്ന് കാണുവാൻ വേണ്ടിയിട്ടാണ്. ആ ചിരിക്കുന്ന മുഖമൊന്ന് കാണണം. അതാണ് എൻ്റെ ലക്ഷ്യം. നൂർമോളെ, നമ്മൾ അങ്ങോട്ട് തന്നെയാണല്ലോ പോകുന്നത്. പിന്നെ എന്തൊക്കെ തന്നെയായാലും എന്ത് പ്രതിസന്ധികൾ തരണം ചെയ്യുവാനും നമ്മൾ റെഡിയായി നിൽക്കണം. നമ്മൾ ഇസ്ലാം ദീനിൽ വിശ്വസിച്ചവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഭീരുത്വം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിലില്ല. എല്ലാവരും ധൈര്യശാലികളായിരിക്കണം, നല്ല കരുത്തറ്റ മക്കളായിരിക്കണം. അതൊക്കെയാണ് അള്ളാഹുവിനും ഇഷ്ടം. നൂർ ഫാത്തിമയുടെ വീട്ടിലേക്ക് പോകുവാനുള്ള വഴി എത്തിത്തുടങ്ങാൻ ഇനി വെറും 10 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. സത്യം പറഞ്ഞാൽ ഉസ്താദിനും ഫാമിലിക്കൊക്കെ ചെറുതായിട്ട് ഒരു പേടിയുള്ള കൂട്ടത്തിലാണ്. അത് മറ്റൊന്നും അല്ല, കാരണം ആ ഒരു ക്രിസ്ത്യാനികളുടെ വീട്ടിലേക്ക് മുസ്ലിമായ നമ്മൾ കയറി ചെല്ലുന്ന ആ ഒരു രംഗം ഏതൊക്കെയെന്ന് ഒന്നും പറയാൻ വയ്യ. എന്തായാലും പഠിച്ചോനെ, ആ മമ്മക്ക് നീ ഹിദായത്ത് നൽകണേ റഹ്മാനെ. പപ്പ ഓക്കെയാണ്, പപ്പയ്ക്ക് ഇഷ്ടമാണ് എന്തൊക്കെ തന്നെയായാലും. പക്ഷേ മമ്മ അതല്പം കടുംപിടുത്തക്കാരിയാണ്. ഉസ്താദിനെയും ഫാമിലിയെയും ഹിജാബ് ധരിച്ച നൂർ ഫാത്തിമയെയും കാണുമ്പോൾ നുസൈബയുടെ മമ്മ എന്ത് വിചാരിക്കും? എന്തായിരിക്കും ബാക്കി അവിടെ ഉണ്ടാവുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.